നമസ്കാരം, കേരള രാഷ്ട്രീയത്തിലേക്ക് സ്വാഗതം. 2 വർഷം മുമ്പ് ഒരു കള്ള് ഷാപ്പിൽ വീഡിയോ ചെയ്ത ഈ ഒരു മനുഷ്യൻ, ഇദ്ദേഹത്തിന് കേരളത്തിലെ കറക്റ്റ് പൾസ്, ഒരു മനുഷ്യന്റെ പൾസ് അറിയാവുന്ന അൽഫുട്ടി ബ്ലോഗർ സൂരജിന് ഇന്ന് എക്സൈസ് 50,000 രൂപ ഒരു പാവപ്പെട്ട ചെറുക്കനെ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. മക്കളെ നമസ്കാരം. ഞാൻ ചോദിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നെ എന്തിനാ ടാർഗറ്റ് ചെയ്തു? ഇപ്പൊ ഞാൻ ഇത് ചെയ്ത് തെറ്റാണെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് 1000 ഒരു 5000-ത്തിനകത്താണെങ്കിൽ നമുക്ക് സഹിക്കാം. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഇതൊരു സാധാരണക്കാർക്ക് ഏതെങ്കിലും കുടുംബത്തിന് കൊടുത്താൽ 50,000 അല്ലെങ്കിൽ 5 ലക്ഷം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. രക്ഷപ്പെട്ടാണ്. പിന്നെ അവർക്ക് ഒരു നേരത്തെ ആരെങ്കിലും എന്നുള്ള ആയില്ലേ, കള്ളി ഷാപ്പിൽ പോയി കഞ്ഞി വെള്ളം കുടിക്കേണ്ട ദാരിദ്ര്യം ഇല്ല. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് കഞ്ഞി വെള്ളം കുടിച്ചാൽ പോയി മാറിയ ഒരു പരിപാടി ആയിപ്പോയി. കാരണം അല്ലെങ്കിൽ പിന്നെ ആദ്യം എൻ്റെ അടുത്ത് സെറ്റിൽമെന്റ് പറഞ്ഞതാണ്. ഞാൻ ഈ ഒരു കള്ളും മറ്റേ വെള്ളത്തിന്റെ ഫീൽഡിലുള്ള ആളല്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനെയൊക്കെയാണ് പച്ച മലയാളത്തിൽ തെമ്മാടിത്തരം എന്ന് പറയുന്നത്. ഈ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന അൽഫുട്ടി സൂരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് എത്രയോ പാവങ്ങൾക്ക് അന്നം നൽകുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം കഴിവുകൊണ്ട് ആ പേജ് റീച്ച് ആക്കിയെടുത്ത് പരസ്യക്കാരിൽ നിന്നും പൈസ മേടിച്ച് ഓരോ പാവങ്ങളെ കണ്ടെത്തി എത്രയോ ആളുകൾക്കാണ് ഒരു മാസം എത്ര കുടുംബത്തിനാണ് അദ്ദേഹം അന്നം നൽകുന്നത്. ആ ഒരു ചിന്ത വേണ്ടേ? ഒരു കള്ള് ഷാപ്പിന്റെ പേരിൽ ഒരു പരസ്യം ചെയ്തു എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എത്രയോ പേര് കള്ള് മാത്രമല്ല ലിക്കറിന്റെ പേരിൽ തന്നെ പരസ്യം ചെയ്യുന്ന ആളുകളുണ്ട്, ഇന്നുമുണ്ട്. അവരുടെ ഒന്നും പേരിൽ ഒരു ചെറു വിരൽ പോലും അനക്കാത്ത എക്സൈസിന് ഇപ്പൊ ഇത്ര ഒരു പരവേശം ഇദ്ദേഹത്തിന് 50,000 രൂപ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഈ 50,000 രൂപ എത്ര പാവങ്ങൾക്ക് അന്നം കൊടുക്കേണ്ട പൈസയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇത് വളരെ ചീപ്പായിട്ടുള്ള പരിപാടിയാണ്. ഇതൊന്നും ചെയ്യും പൊതുസമൂഹവും നമ്മുടെ കുഞ്ഞുങ്ങളും പാഠമാക്കേണ്ട ഒരു ചെറുപ്പക്കാരനാണ്. ഇദ്ദേഹത്തിന് ഫൈൻ അങ്ങോട്ട് അടിച്ചു കൊടുക്കാതെ ഇദ്ദേഹത്തിന് ആ 50,000 രൂപ ഇദ്ദേഹത്തിന് എക്സൈസുകാർ അങ്ങോട്ട് കൊടുക്കണം, പാവങ്ങളെ സഹായിക്കുന്നതിന്. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ തന്നെ കാണുന്നു എത്രയോ പാവങ്ങൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാതെ തലേന്ന് ഇദ്ദേഹം കണ്ടിട്ട് 10,000, 10,000, 20,000 രൂപ അവർക്ക് എണ്ണിയെടുത്ത് അവർക്ക് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് സർക്കാർ അങ്ങോട്ട് വിളിച്ച് അവർക്ക് വേണ്ട ആദരവ്, പൈസ കൊടുക്കേണ്ട നിങ്ങൾ അവർക്ക് ഒരു ആദരവ് കൊടുത്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിന് പകരം 50,000 രൂപ പെറ്റി അടിച്ചു കൊടുത്തിരിക്കും. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ശരിയായിട്ടുള്ള നടപടിയല്ല. ഈ ഒരു കാര്യത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് ഇടണം. ഇത് ശരിയാണോ തെറ്റാണോ?